സെന്റൻസ് അനാലിസിസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എ സെന്റൻസ് ഹാസ് 2 പാർട്സ്. ഒരു സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. One is subject part and the other part is predicate. The little boy who is an American was playing violin in the auditorium beautifully. ഈ സെന്റൻസിനകത്ത് ഇവിടെ വെർബ് തുടങ്ങുന്ന ഭാഗം വരെ സബ്ജക്റ്റ് പാർട്ടും വാസ് പ്ലേയിങ് തുടങ്ങിയ ഭാഗം പ്രെഡിക്കേറ്റും ആണ്. ഓക്കെ, ദ ലിറ്റിൽ ബോയ് ഹു ഈസ് an American സബ്ജക്റ്റ് പാർട്ട് ആണെങ്കിൽ the rest of the sentence, that is was playing violin in the auditorium beautifully, predicate part ആണ്. നേരത്തെ വിശദമായി ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയതാണ്. ആ ക്ലാസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. And now we again rename the subject part is noun phrase and the predicate part is verb phrase. Okay, ഇവിടെ സബ്ജക്റ്റ് പാർട്ട് നമുക്ക് നൗൺ ഫ്രേസ് എന്നും പ്രെഡിക്കേറ്റ് പാർട്ടിനെ വെർബ് ഫ്രേസ് എന്നും പറയാം. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ. ഇവിടുത്തെ ലിറ്റിൽ ബോയ് ഹു ഈസ് എൻ അമേരിക്കൻ ചുവപ്പ് കളറിലും വാസ് പ്ലേയിങ് വയലിൻ ഇൻ ദ ഓഡിറ്റോറിയം എന്നത് നീല കളറിലും കാണിച്ചിരിക്കുന്ന പ്രത്യേകം നൗൺ ഫ്രേസ് ആണെന്നും വെർബ് ഫ്രേസ് ആണെന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. സബ്ജക്റ്റ് എന്നത് ഒരു നൗണാണ്. അവിടെ ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ഇരുഭാഗങ്ങളിലുമായി കാണുന്നത്. ബോയ് എന്ന വാക്ക് ശ്രദ്ധിക്കൂ. ആ വാക്കിന് ഇരുഭാഗത്തും കാണുന്ന വാക്കുകളെയും ശ്രദ്ധിക്കൂ. അത് ബോയ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന, കൂടുതൽ അർത്ഥവത്താക്കുന്ന, കൂടുതൽ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളാണ്. ദ ലിറ്റിൽ ബോയ് എന്ന് ഒരു ഭാഗത്തും തൊട്ടിപ്പുറം ഹു ഈസ് എൻ അമേരിക്കൻ എന്നും കാണാം. ബോയ് എന്ന വാക്കിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇവയത്രയും. ഇനി ശ്രദ്ധിക്കുക, വാട്ട് ഇസ് എ നൗൺ ഫ്രേസ്? വളരെ ലളിതമായി പറഞ്ഞാൽ നൗൺ ഫ്രേസ് ഇസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് എ നൗൺ ആൻഡ് ഫങ്ഷനിങ് ഇൻ എ സെന്റൻസ് ആസ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ഓർ പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ്. ഒരു വാക്കോ വാക്കുകളുടെ കൂട്ടങ്ങളോ ഒരു സെന്റൻസിൽ സബ്ജക്റ്റായോ ഒബ്ജക്റ്റായോ, സെന്റൻസിൽ സബ്ജക്റ്റ് മാത്രമല്ല ഒബ്ജക്റ്റായോ, അതേപോലെ പ്രിപ്പോസിഷനോടൊപ്പം ചേർന്ന് വരികയോ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് ഇഴകീറി പരിശോധിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുമായി ലളിതമായി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. വളരെ ലളിതമായി, ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ ലളിതമായി പഠിച്ചു പോകാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. ലുക്ക് അറ്റ് ദ ചാർട്ട്. ഈ ചാർട്ടൊന്ന് ശ്രദ്ധിക്കൂ. അവിടെ ഹെഡ് നൗൺ അഥവാ പ്രധാന നാമപദം ബോയ് ആണെന്ന് കാണാം. ശ്രദ്ധിക്കൂ, അതിനു മുമ്പേ ബോയ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന ലിറ്റിൽ, ദ എന്നീ വാക്കുകൾ, ഇവയെ നമുക്ക് ഡിറ്റർമിനേഴ്സ് എന്ന് പറയാം. ഹെഡ് നൗൺ ഏതാണ്? ബോയ് എന്ന വാക്ക് ഹെഡ് നൗൺ ആണ്. ആ ഹെഡ് നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ദ, ലിറ്റിൽ എന്നീ 2 വാക്കുകൾ. ആ വാക്കുകൾക്ക് നമുക്ക് ഡിറ്റർമിനേഴ്സ് എന്ന് പറയാം. ഡിറ്റർമിനേഴ്സ് വളരെ വിശദമായി ഇതിന്റെ തൊട്ട് പുറകിലായി വരുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കാം. ഹൂ, വിച്ച്, വേർ, വൈ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ്സ്, ആ ചോദ്യ പദങ്ങളോടൊപ്പം ചേർന്ന് വരുന്ന ഒരു നാമം വരികയാണെങ്കിൽ, ആ നാമത്തിനെ വിശേഷിപ്പിക്കാനായി ഈ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഈ വാക്കുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ വാക്ക് പൂർണ്ണമാക്കുന്നതെങ്കിൽ അത് റിലേറ്റീവ് ക്ലോസ് എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. റിലേറ്റീവ് ക്ലോസ്. ഹൂ, വിച്ച്, വേർ, വൈ തുടങ്ങിയ വാക്കുകൾ കൂടിച്ചേർന്ന് നാമത്തിനോടൊപ്പം വരുമ്പോൾ ആ വാക്കുകൾക്ക് പറയുന്ന പേര് റിലേറ്റീവ് ക്ലോസ് എന്നാണ്. ഈ സെന്റൻസിൽ അടുത്തതായി വെർബ് ഫ്രേസിനെ അനലൈസ് ചെയ്താൽ, അതായത് നീല കളറിൽ സൂചിപ്പിച്ചിരിക്കുന്ന വാസ് പ്ലേയിങ് വയലിൻ ഇൻ ദ ഓഡിറ്റോറിയം ബ്യൂട്ടിഫുള്ളി എന്ന വാക്കുകളെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നമുക്ക് അവിടെ വേർബ് വാസ് പ്ലേയിങ് എന്ന് കാണാം. വാസ് അവിടെ ഓക്സിലറി വെർബാണ്. പ്ലേയിങ് ആണ് അതിനോട് ചേർന്ന് വരുന്ന പ്രധാന ക്രിയ. അതുകൊണ്ട് തന്നെ ആ വാസ് വേർ പ്ലസ് വേർ പ്ലസ് ING എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ആണെന്നും നമുക്കറിയാം. ഇനി ഇൻ ദ ഓഡിറ്റോറിയം എന്നത് നിങ്ങൾക്കറിയാം, ഇൻ എന്ന വാക്ക് പ്രിപ്പോസിഷൻ ആണല്ലോ.
അത് ചേർന്ന് വരുന്ന നോൺ ഫ്രേസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നാണ് പറയുക. ഇനിയുള്ളത് ബ്യൂട്ടിഫുള്ളി എന്ന വാക്കാണ്. നേരത്തെ പഠിച്ചതാണ്. ഹൗ, വെൻ, വേർ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അഡ്വർബിയൽ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി നമ്മൾ അഡ്വർബിയൽ എന്താണെന്ന്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്, അഡ്വർബിയൽ പാറ്റേൺ പഠിച്ച സമയത്ത് വളരെ വിശദമായി നാം അത് പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. കുട്ടി വയലിൻ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുള്ളി എന്ന് ഉത്തരം കിട്ടുമ്പോൾ ആ ബ്യൂട്ടിഫുള്ളി എന്ന വാക്ക് നമുക്ക് അഡ്വർബിയൽ ഫ്രേസായി പരിഗണിക്കാം. ഇനി ഈ ചാർട്ട് ശ്രദ്ധിക്കൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഏതൊക്കെ വാക്കുകളാണ് ഡിറ്റർമിനേഴ്സായി ഉപയോഗിക്കാൻ സാധിക്കുക. ഇവിടെ ഒരു സെന്റൻസിൽ ഡിറ്റർമിനേഴ്സ് ആയി വരാൻ സാധ്യതയുള്ള വാക്കുകൾ വിശദമായി കൊടുത്തിരിക്കുന്നു. ഒന്ന് ആർട്ടിക്കിൾസ് ആണ്. എ ആൻഡ് ദ ആർട്ടിക്കിൾസ് ആണ്, നാമത്തോട് ചേർന്ന് വരാവുന്ന വാക്കുകളാണ്. പിന്നീട് വരുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ലിറ്റിൽ, സ്മോൾ, ബിഗ്, ബ്യൂട്ടിഫുൾ, ലാർജ്, ഹ്യൂജ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എത്ര വാക്കുകൾ വേണമെങ്കിലും നമുക്ക് അഡ്ജക്റ്റീവ് നാമവിശേഷണമായി പറയാൻ പറ്റും. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ദാറ്റ് തുടങ്ങിയ വാക്കുകൾ. പൊസസീവ് പ്രൊനൗൺസ് ഹിസ്, ഹെർ, മൈ, അവർ, യുവർ, ദെയർ, ഇറ്റ്സ് തുടങ്ങിയ വാക്കുകൾ. ക്വാണ്ടിഫയേഴ്സ് സം, അളവ് സൂചിപ്പിക്കുന്ന എനി, എ ലോട്ട് ഓഫ്, ലിറ്റിൽ, മെനി, ഫ്യൂ തുടങ്ങിയ വാക്കുകൾ. നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. ഓർഡിനൽസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് തുടങ്ങിയ പദങ്ങൾ. ഇതെല്ലാം നമുക്ക് ഡിറ്റർമിനേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വാക്കുകൾ ആണ്. ഇനി അവിടെ താഴെ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നു ഹാഫ്, ഹാഫ് ഓഫ്, ഓൾ, ഓൾ ഓഫ്, സം, സം ഓഫ് തുടങ്ങിയ വാക്കുകൾ. ഇതിന് പറയുന്ന പേരാണ് ഡിറ്റർമിനേഴ്സിന് മുമ്പ് ഉപയോഗിക്കുന്ന പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. പ്രീ ഡിറ്റർമിനേഴ്സ് ഉപയോഗിച്ച ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹാഫ് ഓഫ് ദ വർക്ക് ഹാസ് ബീൻ ഡൺ. അവിടെ ഹാഫ് ഓഫ് എന്ന വാക്ക് പ്രീ ഡിറ്റർമിനർ ആണ്, ദ എന്ന വാക്ക് ഡിറ്റർമിനർ ആണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് പ്രീ ഡിറ്റർമിനർ എന്താണെന്നും ഡിറ്റർമിനർ എന്താണെന്നും നിങ്ങൾ പഠിച്ചു. അവിടെ ഹാഫ് ഓഫ് ദ വർക്ക്, ഹാഫ് ഓഫ് പ്രീ ഡിറ്റർമിനർ, ദ ഡിറ്റർമിനർ, വർക്ക് എന്നുള്ളതാണ് അവിടെ നൗൺ, ഹെഡ് നൗൺ. ആ വർക്ക് എന്ന വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കാണ് ഹാഫ് ഓഫ് ദി എന്നുള്ളത്. ഹാസ് ബീൻ ഡൺ എന്നുള്ളത് വെർബ് ഫ്രേസ് ആണ്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ 8 ഭാഗങ്ങളും ചോദിക്കണമെന്നില്ല. 8 ഭാഗങ്ങളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ദ ലിറ്റിൽ ബോയ് ഹു ഈസ് ആൻ അമേരിക്കൻ വാസ് പ്ലേയിങ് വയലിൻ ഇൻ ദ ഓഡിറ്റോറിയം ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിൽ 8 ഭാഗങ്ങളാണ് നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. പക്ഷേ 8 ഭാഗങ്ങൾ ഒരുപക്ഷെ ചോദിച്ചു കൊള്ളണമെന്നില്ല. ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതായാലും അത് നോൺ ഫ്രേസ് ചോദിച്ചാൽ അത് എഴുതുക. ഹെഡ് നൗൺ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതുക, അത് മാത്രം എഴുതുക. റിലേറ്റീവ് ക്ലോസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് മാത്രം എഴുതുക. പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണെങ്കിൽ അത് മാത്രം എഴുതുക. ഏതാണോ ചോദിക്കുന്നത് അത് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് 1, 2, 3, 4, 5 മിക്കവാറും 5 എണ്ണം ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ആ 5 എണ്ണം നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ എഴുതുകയേ വേണ്ട. ഇവിടെ ശ്രദ്ധിക്കുക, ദ ലിറ്റിൽ ബോയ് ഹു ഈസ് ആൻ അമേരിക്കൻ വാസ് പ്ലേയിങ് വയലിൻ ഇൻ ദ ഓഡിറ്റോറിയം ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിൽ ഡിറ്റർമിനേഴ്സ് ആയ ദ ലിറ്റിൽ, ലിറ്റിൽ എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. രണ്ടാമത് നൗൺ ഫ്രേസ് ആണ്. ദ ലിറ്റിൽ ബോയ് ഹു ഈസ് ആൻ അമേരിക്കൻ എന്ന് പറയുന്ന ഭാഗം മുഴുവൻ നൗൺ ഫ്രേസ് ആണ്. ഹെഡ് നൗൺ ബോയ് ആണ്. അവിടെ പ്രധാന നാമം ബോയ് എന്നുള്ളതാണ്. അതാണ് ഹെഡ് നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ് ക്ലോസ് ഹു ഈസ് ആൻ അമേരിക്കൻ എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ് ആണ്. ഓക്സിലറി വെർബ് വാസ് ആണ്. മെയിൻ വെർബ് പ്ലേയിങ് ആണ്. ഈ രണ്ടും ചേരുമ്പോൾ വാസ് പ്ലേയിങ് അല്ലെങ്കിൽ വേർ പ്ലേയിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ടെൻസ് ചോദിക്കും, പലപ്പോഴും ടെൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ടെൻസ് എഴുതി വെക്കേണ്ടതുണ്ട്. പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇൻ ദ ഓഡിറ്റോറിയം, ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ വരുന്നത് കൊണ്ട് ഇൻ മാത്രമല്ല മറ്റേത് പ്രിപ്പോസിഷൻ ചേരുമ്പോഴും ആ ചേരുന്നതിന് ഒപ്പമുള്ള നൗൺ നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അഡ്വർബിയൽ ഫ്രേസ് ഇൻ ദ ഓഡിറ്റോറിയം എന്നുള്ളതും അഡ്വർബിയൽ ഫ്രേസ് ആണ്. കാരണം വേർ എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ എവിടെയാണ് വയലിൻ വായിച്ചതെന്ന് ചോദിച്ചാൽ ഓഡിറ്റോറിയം എന്ന് ഉത്തരം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ അഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയാം. അതേപോലെ തന്നെ എങ്ങനെയാണ് വയലിൻ വായിച്ചത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ബ്യൂട്ടിഫുള്ളി. അവിടെ ഇൻ ദ ഓഡിറ്റോറിയം എന്നുള്ളതും ബ്യൂട്ടിഫുള്ളി എന്നുള്ളതും നമുക്ക് അഡ്വർബിയൽ ഫ്രേസ് ആയും പരിഗണിക്കാം. ഓക്കെ, ഇനി താഴെ ടേബിൾ കുറെ
കൂടി ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒരു 4 ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ആ 4 ഉദാഹരണങ്ങൾ കൃത്യമായി ആ ചാർട്ടിൽ ഏതൊക്കെ രീതിയിലാണ് ഏത് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നു. ഒന്ന് മാത്രം നമുക്ക് വിശകലനം ചെയ്യാം. ദ ഗേൾസ് ആർ ഡാൻസിങ് ഗ്രേസ്ഫുള്ളി എന്ന ഒരു സെന്റൻസ് നമ്മൾ ഈ രീതിയിൽ മാറ്റിയെടുത്താൽ എന്തെല്ലാം ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമുക്ക് നോക്കാം. നൗൺ ഫ്രേസ് യാതൊരു സംശയമില്ല ദ ഗേൾസ് ആണ്. അതിലെ ഗേൾസ് ആണ് ഹെഡ് നൗൺ. പ്രീ ഡിറ്റർമിനർ ബാർ ഡിറ്റർമിനർ എന്ന് കാണാം. ഇവിടെ ഡിറ്റർമിനർ ആണ്, ദ എന്ന വാക്ക് ഡിറ്റർമിനർ ആണ്. അതേപോലെ വെർബ് ഫ്രേസ് യാതൊരു സംശയമില്ല ആർ ഡാൻസിങ് ഗ്രേസ്ഫുള്ളി എന്ന് മുഴുവൻ എഴുതണം വെർബ് ഫ്രേസ് ചോദിച്ചാൽ. അതായത് വെർബ് തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വെർബ് ഫ്രേസ് ആണ്. പിന്നെ അവിടെ നമുക്കറിയാം ആർ എന്നുള്ളത് ഡാൻസിങ് എന്ന വെർബിനെ സഹായിക്കുന്നതായതുകൊണ്ട് ആർ എന്നുള്ളത് ഓക്സിലറി വെർബാണ്. ഡാൻസിങ് ആണ് അവിടെ മെയിൻ വെർബ് എന്ന് കാണാം. ആ ടെൻസ് നമുക്കറിയാം ഈസ് ആർ വെർബ് പ്ലസ് ING വന്നാൽ ഈസ് ഡാൻസിങ്, ആർ ഡാൻസിങ്, ആം ഡാൻസിങ് എന്നൊക്കെ വന്നാൽ ഒരു സംശയവുമില്ല അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പിന്നെ അവിടെ റിലേറ്റീവ് ക്ലോസ് നമുക്ക് പൂരിപ്പിക്കാനില്ല. പിന്നെ ഉള്ളത് അഡ്വർബിയൽ ഫ്രേസ് ആണ്. എങ്ങനെയാണ് പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമുണ്ട് ഗ്രേസ്ഫുള്ളി. എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ആ ഗ്രേസ്ഫുള്ളി എന്ന വാക്ക് നമുക്ക് അഡ്വർബിയൽ ഫ്രേസ് ആയി നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ മാതൃക വെച്ചുകൊണ്ട് താഴെ നൽകിയ ടാസ്ക് പൂർണ്ണമായി ചെയ്താൽ സെന്റൻസ് അനാലിസിസ് എന്ന ഭാഗം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. ഓക്കെ, ഏതെല്ലാമാണ് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ടാസ്കിൽ അനലൈസ് ദ ഫോളോയിങ് സെന്റൻസസ്. വൺ ഈസ് ദേ ജംപ്ഡ് ഇൻ ടു ദ റിവർ. സെക്കൻഡ് വൺ വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്. ദ യങ് fruit trees stood motionless. All the women in the camp who saw the child gave in to cries of horror. The lucky men and women are singing in the street stressfully. Her uncle had brought a black shoe from the mall. My little daughter loves to play with her dolls. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നതോടുകൂടി നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതോടുകൂടി ഈ ഭാഗം സെന്റൻസ് അനാലിസിസ് എന്ന ഭാഗം പൂർണ്ണമായി നിങ്ങൾ പഠിച്ചിരിക്കും. പരീക്ഷയ്ക്ക് യാതൊരു ഭീതിയുമില്ലാതെ ആ കാര്യങ്ങൾ ചോദിച്ചാൽ പരീക്ഷയ്ക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. And may you have plenty of peace, love and happiness in 2021. Happy New Year. Thank you.